Hi friends, welcome to my channel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ഫേഷ്യലിനെ കുറിച്ചാണ്. നമുക്ക് എങ്ങനെ വീട്ടിൽ ഫേഷ്യൽ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ W2 എന്ന കമ്പനിയുടെ ഫേഷ്യൽ കിറ്റാണ്. ഞാൻ ഓഫർ പാക്കാണ് വാങ്ങിച്ചത്. 1246 ആണ് എൻ്റെ റേറ്റ്. 495ൻ്റെ ഒരു കിറ്റ് എന്ന് പറയുമ്പോൾ ഒരു പെർഫ്യൂം കിറ്റ് എനിക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഫ്ലിപ്കാർട്ടിൽ തന്നെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോംബോ പാക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എങ്ങനെ ഫേഷ്യൽ ചെയ്യാമെന്ന് നോക്കാം. ഫേഷ്യൽ ചെയ്യാൻ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ബൗള്, ഐസ് വാട്ടർ, പിന്നെ അതുപോലെ തന്നെ ഒരു ഹെയർ ബാൻഡ്, പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന 4 പ്രോഡക്റ്റ്സ് മാത്രമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസറാണ്. അപ്പോൾ നമുക്ക് ക്ലെൻസിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ 2 ഫേഷ്യൽ ടിഷ്യൂം കൂടെ കരുതണം. ഞാനിപ്പോൾ നോർമൽ ക്ലോത്താണ് കരുതിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ അടുത്ത് ഫസ്റ്റേ പറയേണ്ട കാര്യമാണ്, സോറി. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലെൻസ് ചെയ്യാം. ക്ലെൻസിങ് 5 to 10 മിനിറ്റാണ്. നിങ്ങൾക്ക് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വരെ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ടാനുള്ളവരാണെങ്കിൽ 10 മിനിറ്റ് തന്നെ ചെയ്ത് പോകുക. നന്നായിട്ട് ടാനിങ്ങെല്ലാം നമ്മൾ പുറത്തുള്ള പൊടി പടലങ്ങളെല്ലാം റിമൂവ് ചെയ്യുന്നതാണ് നമ്മൾ ക്ലെൻസിങ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഫേസിനെ ഫ്രഷ് ആക്കുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലെൻസ് ചെയ്ത് പോകാവുന്നതാണ്. ഇതാണ് ക്ലെൻസർ. ഇത് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് ക്ലെൻസിങ് സ്റ്റാർട്ട് ചെയ്യാം. കൈകൾ കുറച്ച് നനച്ചിട്ട് നമുക്ക് ക്ലെൻസിങ് സ്റ്റാർട്ട് ചെയ്യാം. നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഫേസ് ഫുള്ള്. ക്ലെൻസിങ് കഴിഞ്ഞു. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുന്നതിന് നിങ്ങൾ നല്ലതുപോലെ ചെയ്തു പോവുക. ഞാൻ 5 മിനിറ്റിനകത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഫേസ് നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ക്രബിങ് ആണ്. ഇതാണ് സ്ക്രബിങ്. ഇത് വെച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സ്ക്രബിങ് എന്ന് പറയുന്നത് 10 മിനിറ്റ് ടു 15 മിനിറ്റാണ്. പിമ്പിൾ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഒരു 5 മിനിറ്റ് ചെയ്ത് പോയാൽ മതി. ഞാൻ ഇപ്പോൾ ഒരു 5 മിനിറ്റാണ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്കൊരു 15 മിനിറ്റ് നല്ല ടാൻ ഉള്ളവരാണെങ്കിൽ ഫേസും നെക്കും ഈക്വലായിട്ട് തന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് പോവുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയുന്നത് കൈകൾ 2 നനയ്ക്കുക. ഐസ് വാട്ടറിൽ നനച്ചിട്ട് വേണം. അത് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് സ്കിന്ന് ഡ്രൈ ആയിട്ടേ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ നനച്ചതിന് ഒരു കൈ ഫേസിൽ എപ്പോഴും ഉണ്ടാവും, ഒരു കൈ നമ്മൾ വെള്ളം നനയ്ക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് പോവുക. ഇത് സ്ക്രബ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആ കൈ എടുക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു പോർഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ എഫക്റ്റീവ് കിട്ടില്ല. കൈ എടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുന്ന തോറും കൂടുകയാണ്. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ ഡൗൺ ആവും. അപ്പോൾ നമ്മൾ കൈ എടുക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ പിമ്പിൾ സ്കിന്നാണെങ്കിൽ 5 മിനിറ്റ്, നോർമൽ സ്കിന്നാണെങ്കിൽ 10 to 15 മിനിറ്റ് വരെ ചെയ്യാവുന്നതാണ്. നല്ല ടാനും ഓവർ ഡാർക്കായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ 20 മിനിറ്റ് വരെ ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്ത് പോവാം. ഇങ്ങനെയാണ് നോക്കാം. സ്ക്രബ് എടുത്തിട്ടുണ്ട്. നമുക്കിനി യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ,
ഇവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവും. ഇവിടെയൊക്കെ ചിലർക്ക് ഫേസ് ഫുള്ളായിട്ട് ഉണ്ടാവും. അങ്ങനെയുള്ളവർ നന്നായിട്ട് റബ്ബ് ചെയ്യണം. റബ്ബ് ചെയ്തതിന് ശേഷം ബ്ലാക്ക് ഹെഡ് റിമൂവർ കൊണ്ട് സ്റ്റീമിങ് കൊടുത്ത് റിമൂവ് ചെയ്ത് കളയാൻ നോക്കണം. റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഒരു ടോണർ എന്തെങ്കിലും അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് ആയിരിക്കും. നമ്മൾ പിന്നെ എന്തെങ്കിലും ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ അതുള്ളിൽ പോയിട്ട് വീണ്ടും വൈറ്റ് ഹെഡ്സ് വരാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങളത് ശ്രദ്ധിക്കുക. അങ്ങനെ റിമൂവ് ചെയ്യുന്നവരാണെങ്കിൽ കമ്പൽസറി ടോണർ അപ്ലൈ ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷമേ നമ്മൾ ക്രീമോ മസാജ് ക്രീമോ യൂസ് ചെയ്യാവൂ. അപ്പോൾ നമുക്ക് സ്ക്രബിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്ക്രബിങ് കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് ചെയ്ത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര ടൈമേ ഉള്ളൂ. ഓവറായിട്ട് 15 മിനിറ്റ് കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന സ്റ്റെപ്പിന് നിങ്ങളൊരു 15 മിനിറ്റ് നിന്ന് ചെയ്യുക. നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുക. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പായ മസാജിങ്ങിലേക്ക് പോവാം. പിമ്പിൾ സ്കിന്നുള്ളവരാണെങ്കിൽ നമ്മൾ ടോണർ ആപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ ഇത് ഓർമ്മ വെച്ചേക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മസാജ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ഫേസ് ക്ലീൻ ചെയ്തിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഫേസ് ക്ലീൻ ചെയ്യാൻ പോവാണ്. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് മസാജിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മസാജിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് മസാജിങ് ക്രീം. ഇത് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മസാജിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. കയ്യിലെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ചുമ്മാ ഒന്ന് നന്നായിട്ട് ഫേസിലേക്ക് പിടിപ്പിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മസാജ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മസാജ് ചെയ്യുന്ന സമയത്ത് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയോളൂ. ചെയ്യുന്നത് താഴെ നിന്ന് മുകളിലോട്ടാണ്. മസാജിങ് എപ്പോഴും അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്ത് കാരണം വെച്ചാലും കീഴോട്ട് ചെയ്യരുത്. സാഗിങ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ആൻറ്റി ഏജിങ് ഫാസ്റ്റായിട്ട് വരും. അതുകൊണ്ട് നിങ്ങളിങ്ങനെ തന്നെ ശ്രമിക്കുക. പിന്നെ മസാജിങ് ടൈം എന്ന് പറയുമ്പോൾ 20 to 25 ആണ് മാക്സിമം. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു പോവുക. അപ്പം എല്ലാം ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാജ് സ്റ്റാർട്ട് ചെയ്യാം.
കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് മസാജിങ് കുറച്ചുകൂടെ നമുക്ക് തനിയെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരാൾ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ സ്റ്റെപ്പുകളും സ്ലോയിൽ തന്നെ ചെയ്യുക. 5 എന്നുള്ളതും 10 എന്നുള്ളതും ഓരോ ടൈമിങ്ങും കറക്റ്റായിട്ട് ചെയ്ത് പോവുക. ഞാനിങ്ങനെ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്ത് കാണിക്കുന്നത് വീഡിയോ കവറിങ് അത്രയേ ഉള്ളൂ. അത് എല്ലാ ഇതിലും ഞാൻ പറയുകയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ഇത്രയാണ് സ്റ്റെപ്പ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ നിങ്ങൾ സ്ലോയിൽ കുറച്ച് കൂടുതലായിട്ട് ടൈമിങ് ചെയ്താൽ മതി. കറക്റ്റായിരിക്കും. കറക്റ്റായിട്ട് മസാജിങ് കറക്റ്റ് ടൈമിങ് ചെയ്ത് റിലാക്സ് ചെയ്ത് നല്ല സൈലൻറ്റ് പ്ലേസിലിരുന്ന് ചെയ്യാൻ ശ്രമിക്കണം. ഞാനിപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യുന്നതുകൊണ്ട് കുറേ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അത് സൗണ്ടൊക്കെ ഉണ്ടാവും ചുറ്റുപാടുള്ളത്. ലോക്ക്ഡൗണിൽ എല്ലാവരും വീട്ടിലാണ്. അതുകൊണ്ട് ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല റിലാക്സ് ചെയ്ത് സൈലൻ്റ് ആയിട്ട് പ്ലേസിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ ശ്രമിക്കുക. ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫേസ് പാക്കിലേക്ക് പോവാം. ഇനി ഫേസ് പാക്കാണ് എന്ന് പറയുമ്പോൾ 4th സ്റ്റെപ്പ്. നമുക്കപ്പോൾ ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് ഫേസ് പാക്കിലേക്ക് പോവാം. നമുക്ക് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഫേസ് പാക്ക് ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഫേസ് പാക്ക് എന്ന് പറയുന്നത് 20 to 25 മിനിറ്റാണ്. ഇത് ക്രീമി ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് 25 ആകുമ്പോൾ കൂടെ നമുക്ക് ഇളക്കാം. പിന്നെ അത് പൗഡർ ടൈപ്പാണ്. നമ്മൾ റോസ് മിൽക്കിലൊക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒരു 20 ടൈം അല്ലെങ്കിൽ ഒരു 25 ആണെങ്കിലും വെച്ചോളൂ. പക്ഷേ നമ്മളത് വാട്ടർ യൂസ് ചെയ്ത് മസാജ് ചെയ്ത് വേണം റിമൂവ് ചെയ്തെടുക്കാൻ. ഉടനെ തന്നെ വൈപ്പ് ചെയ്യരുത്. സ്കിന്ന് സാഗിയാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതെങ്ങനെയാണെന്ന് റിസൾട്ട് നോക്കാം. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം 25 മിനിറ്റ് ആഫ്റ്റർ ഞാൻ നിങ്ങൾക്ക് എൻ്റെ പിക്ചർ കാണിച്ചു തരാം റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. അപ്പം നമുക്കിത് അപ്ലിക്കേഷൻ ചെയ്യാം. പിന്നെ താഴെ നിന്ന് മേലേക്കാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് നെറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്ലൈ ചെയ്തു. ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇത് 25 മിനിറ്റ്സ് ആഫ്റ്റർ റിമൂവ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഡ്രൈ ആകുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഡ്സും ഐസും വന്നിട്ട് അവോയ്ഡ് ചെയ്യുക. പാക്ക് അപ്ലൈ ചെയ്യരുത്. സ്കിന്ന് വന്നിട്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്ലൈ ചെയ്യാൻ പാടില്ല. നമുക്ക് എന്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാമേജസ് കൂടുതൽ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യേണ്ട പ്ലേസെല്ലാം അവോയ്ഡ് ചെയ്യുക. ബാക്കി നെക്കിലും ഫേസിലെല്ലാം ഈക്വലായിട്ട് അപ്ലൈ ചെയ്ത് പോവുക. അപ്പം നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് എൻ്റെ ഫേസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ബൈ. ഞാൻ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസ് നോക്കൂ, ഇപ്പം തന്നെ നന്നായിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.